അഡ്വാൻസ് ബുക്കിംഗ് തരംഗമായി ധാരാളം കേന്ദ്ര കഥാപാത്രമെത്തിയ മണിച്ചിത്രത്താഴ് എന്ന് പറയുന്ന സിനിമയുടെ 4K വെർഷൻ റെക്കോർഡ് ബുക്കിംഗ് തന്നെയാണ് ഓരോ മണിക്കൂറും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് മണിച്ചിത്രത്താഴ് എന്ന് പറയുന്ന സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട്, അതോടൊപ്പം തന്നെ ബുക്ക് മൈ ഷോ ടിക്കറ്റ് സെയിലും ഒക്കെയാണ്. അപ്പൊ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പ് അതുമായിട്ട് ചാനൽ കാണാൻ സുഹൃത്തുക്കാണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾക്ക് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. മോഹൻലാൽ, സുരേഷ് ഗോപി, ശോഭന തുടങ്ങിയവരൊക്കെ കേന്ദ്ര കഥാപാത്രമാക്കി ഫാസ്റ്റിന് അണിയിച്ചിരിക്കുന്ന ചിത്രമായിരുന്നു മണിച്ചിത്രത്താഴ് എന്ന് പറയുന്ന സിനിമ. 1993 റിലീസ് ചെയ്ത ചിത്രം ആ ഒരു വർഷത്തെ ഏറ്റവും വലിയ പണമാരി ചിത്രങ്ങൾ ഒന്നായിട്ട് മാറുക, പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ചിത്രമായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ഏകദേശം 31 വർഷങ്ങൾക്ക് ശേഷം ചിത്രം വീണ്ടും തിയേറ്ററിൽ എത്തുമ്പോൾ പ്രേക്ഷകർ ചിത്രത്തെ വീണ്ടും ഇരുകൈ നീട്ടി സ്വീകരിക്കുന്ന കാര്യം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ആധുനിക സാങ്കേതിക വിദ്യയായ 4K ഡോൾബി അറ്റ്മോസ്ഫിയറിലൂടെയാണ് ചിത്രം വീണ്ടും തിയേറ്ററിൽ എത്താൻ പോകുന്നത്. ചിത്രത്തിന്റെ അന്നത്തെ പ്രൊഡ്യൂസർ സ്വർഗചിത്ര അപ്പച്ചനായിരുന്നു. ഇപ്പോൾ സ്വർഗചിത്ര അപ്പച്ചനും അതോടൊപ്പം തന്നെ മാറ്റി നൗ എന്ന കമ്പനിയും ചേർന്നാണ് ചിത്രം തിയേറ്ററിൽ എത്തിക്കുന്നത്. എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ബുക്ക് മൈ ഷോ സ്റ്റാറ്റസ് തന്നെ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കുന്നുണ്ട്. നിലവിൽ ഒരു മലയാള സിനിമയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും നല്ലൊരു ബുക്കിംഗ് തന്നെയാണ് ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിക്കുന്നത്. ലാസ്റ്റ് ഈ ഒരു 24 അവേഴ്സിനുള്ളിൽ തന്നെ ചിത്രം ഏകദേശം 10K, അതായത് 10,000 മുകളിൽ ടിക്കറ്റുകൾ ബുക്ക് മൈ ഷോയിലൂടെ മാത്രം വിറ്റഴിച്ചിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം സ്വന്തമാക്കിയിരിക്കുന്നത് 31 ലക്ഷത്തിന് അടുത്തുള്ള ഒരു കളക്ഷൻ റിപ്പോർട്ടാണ് ഇപ്പൊ നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് വരും മണിക്കൂറും ചിത്രത്തിന്റെ ഈ ഒരു കളക്ഷൻ ഉയരാനുള്ള സാധ്യതയാണ് കാണുന്നത്. ആദ്യത്തെ ചിത്രത്തിന്റെ ബുക്കിംഗ് സ്റ്റാറ്റസ് എല്ലാം തന്നെ നോക്കിക്കഴിഞ്ഞാൽ ചിത്രത്തിന്റെ ബുക്കിംഗ് എല്ലാം തന്നെ ഹൗസ്ഫുള്ളിന് സമാനമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇന്നലെ ഈ വ്യാഴാഴ്ച തിയേറ്ററിലെത്തിയ നുണക്കുഴി, വാഴ തുടങ്ങിയ 2 ചിത്രങ്ങൾക്ക് മികച്ച അഭിപ്രായം നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അതൊന്നും തന്നെ മണിച്ചിത്രത്താഴിനെ ബാധിക്കാത്ത രീതിയിലാണ് ചിത്രത്തിന്റെ ആദ്യ അഡ്വാൻസ് ബുക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് ചിത്രം മലയാള സിനിമയുടെ എക്കാലത്തെ ഒരു വലിയ വിജയമായിട്ട് മാറ്റാൻ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ നിങ്ങൾ എത്ര പേരാണ് ഇന്നത്തെ ദിവസം മണിച്ചിത്രത്താഴ് എന്ന് പറയുന്ന സിനിമ 4K വെർഷനിൽ കാണാൻ തിയേറ്ററിനായിട്ട് കാണാൻ കാത്തിരിക്കാൻ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കുന്നുണ്ടാവും.